വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഇന്നത്തെ സുവിശേഷം 2 വ്യത്യസ്ത മനോഭാവങ്ങളെയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. പ്രാർത്ഥനയുടെ മുഖമായ മറിയത്തെയും പ്രവർത്തനത്തിൻ്റെ മുഖമായ മാർത്തായെയും. ക്രൈസ്തവ ആധ്യാത്മികതയിൽ പ്രാർത്ഥനയും പ്രവർത്തനവും അനിവാര്യമാണ്. പക്ഷേ പ്രവർത്തനത്തിന് മുമ്പുള്ള ശാന്തമായ പ്രാർത്ഥന പ്രവർത്തനങ്ങളെ കൂടുതൽ ഫലവത്താക്കും ഉള്ളതിൽ സംശയമില്ല. തിരക്കുകളുടെ വലിയ ലോകത്തും ജീവിതത്തിൽ ക്രിസ്തുവിനായി സമയം മാറ്റിവെക്കാനായാൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അർത്ഥം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: ക്രിസ്തുവിനെ മുഖാമുഖം ദർശിക്കാനായി ഹൃദയം തുറന്നു കൊടുക്കുന്നവർക്ക് വിശ്വാസ ജീവിതം എന്നും അതിശയവും പ്രത്യാശയും നിറഞ്ഞതായിരിക്കും എന്ന്. ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന ശിഷ്യരുടെ അഭ്യർത്ഥനയ്ക്ക് ക്രിസ്തുവിൻ്റെ മറുപടി സ്വർഗസ്ഥനായ പിതാവേ എന്ന ലളിതവും സുന്ദരവുമായ പ്രാർത്ഥനയായിരുന്നു. സ്വർഗസ്ഥനായ പിതാവിനെ അപ്പ എന്ന് പേഴ്സണലൈസ് ചെയ്ത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥന. പ്രാർത്ഥന എന്നത് എപ്പോഴും ആഴമായ ബന്ധത്തിൽ നിന്നുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അത് യാന്ത്രികമായി പോവും, വെറും ലിപ് സർവീസ് ആകും. ദൈവം നമ്മുടെ പിതാവാണ് എന്ന അവബോധമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ കാതൽ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ കൂടാതെ എനിക്കൊന്നും സാധ്യമല്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ദൈവം എൻ്റെ അപ്പനാണ് എന്ന വിശ്വാസം എന്നും സ്വന്തമാക്കി അഭിമാനിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ പ്രാർത്ഥനയെ കൂടുതൽ ശക്തമായിട്ട് നടത്തുവാൻ പ്രേരിപ്പിക്കും.